ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ്. ദൈവം സഹായിച്ച് നല്ലൊരു ദിവസമായിരുന്നു ഇന്നും കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത കാരണം എല്ലാവരും പതുക്കെയാണ് എണീറ്റത്. പക്ഷേ ചാക്കോച്ചനെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വന്നു. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അവനൊരു ചെറിയൊരു കുറുങ്ങൽ പോലെ വീണ്ടും. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം അവരിവിടെ ഉണ്ടാവില്ല, ധ്യാനത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡോക്ടറെ കണ്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ രാവിലെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ 10:30 പോകുമ്പോൾ. അപ്പോൾ എണീറ്റപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഡിവൈൻ പറയണ രാത്രി പുലർച്ചെ 3:30 തൊട്ട് ഭയങ്കര മഴയായിരുന്നു അത്ര. ആ സമയത്ത് കുട്ടികളുടെ ആവശ്യത്തിന് എന്തിനോ എണീറ്റപ്പോൾ ഭയങ്കര മഴയായിരുന്നു എന്ന് പറഞ്ഞു ഡിവൈൻ. അപ്പം മുറ്റത്ത് നോക്കിയപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്, അത്രയും വലിയ മഴയായിരുന്നു പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേന്ന്. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴും നല്ലോണം മഴയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ വശത്തുനിന്ന് ഓരോരുത്തർ എണീറ്റ് തുടങ്ങി. തോമു നേരത്തോടെ എണീറ്റിട്ടുണ്ട് ഇന്നലെ. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഇത്തിരി നേരത്തെ കിടന്ന് ഉറങ്ങുകയാണല്ലോ, ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട്. അപ്പോൾ എന്നെ കണ്ട എനിക്കുള്ള വെൽക്കമാണ് ഇപ്പോൾ ചാക്കോച്ചൻ്റെ വക ഈ ക്ലാപ്പ്. അപ്പോൾ എന്താ പറയുക, വന്നൊന്ന് വിളിച്ചാൽ മതി, അവൻ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. ക്ലാപ്പ് ചെയ്ത് അമ്മാമ്മേനെ അവൻ വരവേൽക്കാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം ഏറ്റവും ഭംഗിയായിട്ട് അങ്ങോട്ട് പോവും, പോസിറ്റീവായിട്ട് അങ്ങോട്ട് തോന്നും. അങ്ങനെ ഇന്ന് രാവിലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട. ഡോണും ചില സമയത്ത് കോൺഫ്ലേക്സും ഇതും കഴിച്ചിട്ട് പോവും. അങ്ങനെ ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളാക്കി. ഇപ്പോൾ വറവും പൊരിവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പുറത്ത് വന്ന് നോക്കിയപ്പോൾ തകൃതിയായിട്ട് മഴ പെയ്യുക. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. ഞങ്ങൾക്ക് സാധാരണ മഴ അങ്ങനെ കാണില്ല, പക്ഷേ ഇന്നത്തെ മഴയിൽ ശരിക്കും നമുക്ക് മഴയാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ മറ്റേ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ പടപടാന്നുള്ള ഒച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ മണി 10 അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു. ഡാഡി ഇന്ന് അവിൽ നനച്ചു, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവിൽ നനച്ച് ഡാഡിയും, എനിക്ക് തോന്നുന്നു ഡാഡിയും ഡിവൈനും മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഡിംപിൾ കുറേ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. പിന്നെ പഴം ഉണ്ടായിരുന്നു, ഇത് നമ്മുടെ അന്നത്തെ പഴം കേട്ടോ, സൂപ്പർ പഴം, പറയാണ്ട് വയ്യ. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല നമ്മുടെ പച്ചക്കായ, വീട്ടിലുണ്ടാവണ കായ, പഴുത്ത് നാടൻ പഴം എന്നൊക്കെ പറയില്ലേ, നമുക്കങ്ങനെ കിട്ടുന്ന പരിപാടികളൊക്കെ വളരെ കുറവാണ്. വല്ലപ്പോഴും എവിടെന്നെങ്കിലും ഒരു പടലപ്പഴം കൊണ്ടുവന്നെങ്കിലും ഉള്ളൂ, അതും അങ്ങനെ കൊണ്ടുവരാനുള്ളവരൊന്നും നമുക്കില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഴത്തിനൊരു പ്രത്യേക രുചിയായിരുന്നു. അപ്പോൾ സോഫിയുടെ ഫ്രണ്ട് സോബി എന്നാണ് തോന്നുന്നുണ്ട് ആ മോളുടെ പേര്, വരന്തരപ്പള്ളിയിൽ നിന്ന് കൊടുത്തയച്ച കൊലയാണത് കേട്ടോ. സൂപ്പർ പഴം, താങ്ക് യു. എനിക്ക് അവരെ കണ്ടിട്ടില്ല ഞാൻ, പക്ഷെ അവരോട് താങ്ക്സ് പറയാണ്. അതിൻ്റെ ബാക്കി പഴം അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈൻ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ പഴുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. കുറേയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ, എന്നാലും നല്ലോണം പഴുത്തിട്ട് ബാക്കി എടുത്തിട്ട് വൈൻ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാരണം 10-15 പഴം ഉണ്ടായാൽ നമുക്ക് വൈനിടാം. അത് പ്രത്യേകിച്ച് നാടൻ വീട്ടിലുണ്ടായ പഴമൊക്കെ ആകുമ്പോൾ വൈനിടാനൊരു പ്രത്യേക ടേസ്റ്റാണ് വൈനിന്. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ റെഡിയായിട്ട് പോകാനായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ അന്ന കൊണ്ടുവന്ന ഡ്രസ്സാട്ടോ, നല്ല ഡ്രസ്സ്. അവന് കറക്റ്റ് എന്താ പറയുക, നല്ല ലൂസായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സ്. അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സും അവന് ഫിറ്റാണ്, പക്ഷേ ഇത് നല്ല കറക്റ്റായിട്ട് ഉള്ള ഡ്രസ്സ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗി. അപ്പോൾ നമ്മുടെ ഹാള് ഇപ്പോൾ കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലമല്ല, ഒരു 10 മാസമായിട്ടുള്ളൂ. ഡിവൈൻ വരണേൻ്റെ തൊട്ട് മുമ്പാണ് ഹാളിൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി മാറ്റിയത്. അപ്പോൾ വീണ്ടും ഞാൻ തിരിച്ച് വേറൊരു രീതിയിലാക്കി. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യണത്. അതായത് 2 വശത്ത് സെറ്റ്, ഒരെണ്ണം മുകളിലായിരുന്നു ശരിക്കും, ഡിവൈൻ മാത്രമേ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. ഡിവൈൻ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ അവർ അബില തന്നെയാണ്, ഡോക്ടർ അബില, ദയയിൽ തന്നെ. അപ്പോൾ നമ്മളുടെ സ്ഥിരം എല്ലാം ദയയാണല്ലോ, അപ്പോൾ ദയയിലാണ്. അപ്പോൾ അവർ പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ എന്തൊക്കെയോ കണ്ടിട്ട് ഉള്ള ചിരിയാണ് കേട്ടോ. അതായത് ഇവർ എന്താ പറയുക, ഇതിലാണ് പറയുക റോമ, എന്തൊട്ട് ഡയാന ആൻഡ് റോമ എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞ് കളിയാക്കണ്. അപ്പോൾ അത് റിമോട്ടിലിങ്ങനെ പറയുമ്പോഴാണ് അത് മാറുക. പക്ഷേ ഇത് മാറാണ്ട് അപ്പോൾ ഞങ്ങൾ കളിയാക്കി പറയും, ഡാഡി ഇപ്പോൾ തോമു പറയും സ്പൈഡർമാൻ വെക്കി ഡാഡി. അപ്പോൾ ഡാഡി സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ സ്പൈഡർമാൻ്റെ സിനിമ വരും. അങ്ങനെ പലതരം സ്പൈഡർമാനെ പറഞ്ഞ അവസാനം സ്പൈഡർമാൻ ബോക്സിംഗ് എന്ന് പറയുമ്പോഴാണ് സ്പൈഡർമാൻ തോമു ഉദ്ദേശിച്ചപ്പോൾ സ്പൈഡർമാൻ വരിക കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ കുരിശ് വരപ്പിച്ചിട്ട് വിടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചനെയും പാച്ചുവിനെയും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പേടിയാണ്. അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഡോസ് ആൻറ്റിബയോട്ടിക് അവിടെ അഡ്മിഷൻ ഉറപ്പായിരുന്നു. അതായിരുന്നു പാച്ചുവിന് ആ ഫ്ലൂവിൻ്റെ വാക്സിൻ എടുക്കുന്നത് വരെ.
അതുപോലെ തന്നെ ചാക്കോച്ചനും ആ വാക്സിൻ എടുത്തതിന് ശേഷം അവന് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാച്ചുവിനും അതെ കേട്ടോ. അപ്പോൾ ആ വാക്സിൻ എടുത്തതിന് ശേഷം പാച്ചുവും ഈ പറഞ്ഞ ഭയങ്കര ബെറ്ററാണ് അവൻ്റെ ഇതുവരെ. പിന്നെ ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ആവട്ടെ. ഇതുവരെ ഹോസ്പിറ്റലിലൊന്നും അഡ്മിറ്റ് ആവാൻ ഒന്നും വേണ്ടി വന്നിട്ടില്ല. വരുന്നത് പെട്ടെന്ന് മാറിപ്പോണുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ചാക്കോച്ചനും അത് അതിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചാക്കോച്ചനും അത് ഇതുവരെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇട്ടില്ല. തോമോനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ പേടിക്കാവുന്നൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ മേലാക്കോ അങ്ങനെ ആവട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. കാരണം കുട്ടികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്കത് സഹിക്കില്ല. നമുക്ക് എന്ത് വന്നാലും നമ്മൾ അത് സഹിക്കും. നമ്മുടെ മക്കൾക്ക് വന്നാൽ അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് വന്നാൽ, അതും പ്രത്യേകിച്ച് ഈ കുഞ്ഞു മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടു നിൽക്കാൻ വലിയ സുഖമില്ല, സങ്കടമാണ്. കാരണം പാച്ചുവിനെ കണ്ട് നമ്മൾ കുറേ വിഷമിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഒരു കുഞ്ഞുമക്കൾക്കും ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന്. പക്ഷേ നമ്മൾ ആശുപത്രിയുടെ വാതിക്കലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണാം ഏതൊക്കെ തരത്തിലാണെന്നുള്ളത്. അപ്പം ഞാൻ വേഗം ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ഒരു മെഴുതിരി എത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആരെങ്കിലും അറിയാമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ ദിനചര്യ ഒരുവിധമൊക്കെ അറിയാവുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുമ്പോൾ, ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പതിവിൽ വിട്ടൊരു കാര്യത്തിന് പോകുമ്പോൾ അപ്പം ഞാൻ മെഴുകുതിരി അവിടെ നടയിൽ കത്തിച്ച് വയ്ക്കും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരും പരിശുദ്ധാത്മാവ് എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളുടെ മനസ്സിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വശത്ത് ഡിംപിളവിടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയാണ്. മറ്റേ സാരികളുടെ സെക്ഷൻ്റെ ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിലേക്കാണ് എൻക്വയറി വരാറ്. അപ്പോൾ ഞാനത് തിരിച്ച് ഡിംപിളുടെ ഫോൺ നമ്പറിലേക്ക് വിടുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിംപിൾ അവിടെ ചെയ്യുമ്പോഴേക്കും ഞാൻ ഇവിടേക്കൊന്ന് ഒതുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലത്തെ കംപ്ലീറ്റ് അങ്ങനെ വലിച്ചു വാരി കിടക്കുമായിരുന്നു. അതൊക്കെ പതുക്കെ ഞാൻ ഒതുക്കലും പെറുക്കലും എന്ന് പറയില്ലേ, ഒതുക്കലും അതിൻ്റെ ഇടയിൽ മറ്റേ ഇതിൻ്റെ സംഭവങ്ങളും നോക്കലും ഒക്കെ ഒന്നിച്ചപ്പോഴാണ് പാച്ചുവിന് വെള്ളം വേണം, തണുത്ത വെള്ളം വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സാധാരണ തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ ORS കഴിക്കും, പാച്ചുവിന് അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഗ്ലൂക്കോസ് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ട്, അത് വലിയ തണവല്ലാത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് ബോട്ടിലാക്കി കൊടുത്തപ്പോൾ കുറച്ചൊക്കെ കുടിച്ചു, അല്ലാണ്ട് അവൻ കുടിക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ. എന്നാലും ഞാൻ അങ്ങനെ ഫ്ലേവേർഡ് ഗ്ലൂക്കോസ് വാങ്ങി വെക്കും. ലെമൺ കിട്ടും, ഓറഞ്ചും കിട്ടും. അപ്പോൾ ഇത് രണ്ടും മാറി കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാച്ചുവിന് ഞാൻ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള മാലകളാണ്. അപ്പോൾ ഇന്ന് ഡാഡി രാവിലെ പോയിട്ട് അതായത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് പ്ലേറ്റ് ചെയ്ത് വന്ന് നമുക്ക് സെൻഡ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോൾ ഞാൻ പറയാറില്ലേ അത് അയക്കണതിന് മുമ്പായിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മാല എങ്ങനെയാണെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ മാലയുണ്ട്, ഇതിൻ്റെ തന്നെ തലയുണ്ട് കേട്ടോ. 2 പാറ്റേണുണ്ട്. അത് ഒരുവിധമൊക്കെ അങ്ങനെയാണ്. ലക്ഷ്മിയുടെയും വരും, അതുപോലെ വലിയ പതക്കങ്ങളുണ്ട്, അത് ലക്ഷ്മിയുടെയും വരും, ഈ പറഞ്ഞ പോലെ തലയും വരും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു. അപ്പം ആ സിമ്പിൾ മാലകൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ 2 പേർക്കുള്ളതാണ്, ഓർഡർ എടുത്തതാണ് ഞാനിപ്പോൾ അത് സെൻഡ് ചെയ്യണത്. പക്ഷേ കുട്ടികൾക്ക് ഇനിയും കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ആരാണ് എന്താണെന്നുള്ളത് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, സംഭവം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള റിങ്ങാണ് കേട്ടോ. പണ്ടത്തെ റിങ്ങില്ലേ, ആ റിങ്ങുമ്പോൾ അടിയിൽ ഒരു കുഞ്ഞൊരു മണി, അടിയിലല്ല ഇത് ശരിക്കും സൈഡിലേക്കാണ്, 1 സൈഡിലാണ് സ്റ്റോൺസ്, ബാക്ക് പ്ലെയിനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇളക്കത്താലി, ഞാൻ മുമ്പും കാണിച്ചിരുന്നു ഇളക്കത്താലി. അപ്പോൾ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഓണം സ്പെഷ്യലായിട്ടാണോന്നല്ല, ഇളക്കത്താലിക്ക് ഭയങ്കര ഡിമാൻഡ്, വീണ്ടും ആ ഫാഷൻ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ പേളിൻ്റെ മാല, ഇതും ഈ പറഞ്ഞ പോലെ കണ്ടമാനം നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു അഭിപ്രായമാണ് അതിനെക്കുറിച്ച് വന്നിട്ടുള്ളത്. ഇത് ബോളിൻ്റെ ഒറ്റ വശത്ത് ഉള്ള ബോൾ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ പാച്ചു അവിടെ ഇരുന്നിട്ട് ബ്ലോക്ക് കൊണ്ടുള്ള കളിയും ബോർഡ് എഴുതി കളിയും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മരുന്നൊക്കെ മിടുക്കനായിട്ട് കഴിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി, പറഞ്ഞ കുട്ടികളോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്. അങ്ങനെ വേറെ മെഡിസിൻസ് ഒന്നും എഴുതിയില്ല, ഡോക്ടർ ഉള്ള സിറപ്പ് തന്നെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഫസ്റ്റ് ഡേ നമ്മൾ മൂക്കൊക്കെ പൊത്തി കൊടുത്ത് എന്താ പറയുക ഭയങ്കര സീനായിരുന്നു കേട്ടോ, ഭയങ്കര പ്രശ്നമായിരുന്നു, കരച്ചിലും ഛർദിയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ പിടിച്ച്, എന്നെ സ്വതവേ ഇവർ പറയും ഞാൻ ഉപദേശിക്കും കുറേന്ന്, ഞാൻ വെറുതെ പിടിച്ച് ഡോക്ടർ പറഞ്ഞ പോലെ ഇതേ ഡോക്ടർ ഞങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വന്നപ്പോൾ ഇന്ന് വരെ മിണ്ടാണ്ട് മൂപ്പര് മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ, കാരണം അതുകൊണ്ട് തന്നെ വന്ന പനിയും ചുമയൊക്കെ ആ വഴിക്ക് പോയിട്ടാണ്.
അപ്പോൾ കുട്ടികളോട് ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണ് അപ്പോൾ ഡിവൈൻ കളിയാക്കും, ഇനി എന്തെങ്കിലും വന്നാൽ ആ ഡോക്ടറോട് പോയിട്ട് ഒന്ന് ഉപദേശിക്കാൻ പറയാം. അപ്പോൾ ഡോക്ടറും അവനോട് പറഞ്ഞു. സംഭവം നമ്മൾക്കറിയില്ല, ഈ 3 വയസ്സായ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും എന്നുള്ളത്. നമ്മൾ കുറച്ച് വലുതാവട്ടെ എന്നാണ് പറയാം. പക്ഷേ കറക്റ്റ് ഡോക്ടർ പറഞ്ഞ പ്രകാരം ഞാനതങ്ങനെ പറഞ്ഞ് തിരുത്തി കൊടുത്തപ്പോൾ അവനത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇന്ന് അപ്പാപ്പൻ പോകുമ്പോൾ എപ്പോഴും കരയവൻ. ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള അങ്കാണ്. അപ്പാപ്പൻ പോകുമ്പോൾ കരയും, വരുവോളം കരയും. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇന്ന് നല്ല വെയിലാണ്, ഈ വെയിലത്ത് നിന്നെ അപ്പാപ്പൻ കൊണ്ടുപോയാൽ എൻ്റെ മോന് പനി വരും, പനി വന്നാൽ മരുന്ന് കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വെയിൽ മാറുമ്പോൾ എൻ്റെ മോനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. മൂപ്പര് ഭയങ്കരമായിട്ട് കേട്ടു. അപ്പാപ്പൻ പോണോടുകൂടി പിന്നാലെ പോയിട്ട് ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികൾ പ്രായമാവട്ടെ, ഇത്തിരി കഴിയട്ടെ എന്ന് പറയുന്നത് വളരെ തെറ്റാന്ന് തോന്നുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും കറക്റ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഉപദേശം എന്നുള്ള രീതിയിലല്ല, ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് മനസ്സിലാവും എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായത്, ഈ 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങളിത് സോറി കേട്ടോ, എൻ്റെ ചുമ എനിക്കിപ്പോഴും ചെറുതായിട്ടുണ്ട്, ഒക്കെ മാറി മാറി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ രസം അങ്ങനെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് പീസ് മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഡിമ്പിൾ വറുത്ത്, എനിക്ക് മീനിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് സാലഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഊണ് കഴിക്കുമ്പോൾ എടുക്കാൻ മറന്നു. അപ്പോൾ ഡാഡി പോസ്റ്റിങ് കഴിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് മുട്ട കൊണ്ടുവന്നു. 2 ട്രേ മുട്ടയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് പട്ടികൾക്കുള്ള, ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ കാല് ഇഷ്ടം പോലെ കോഴിയുടെ കടയിൽ നിന്ന് കാല് കിട്ടും. നാളെയാണ് മാർക്കറ്റിൽ പോകുമ്പോൾ ശരിക്കും ബീഫിൻ്റെ വേസ്റ്റും സാധനങ്ങളും കൊണ്ടുവരാൻ അവർക്കുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും എൻ്റെ ഫ്രിഡ്ജ് കാലിയായി, ഇറച്ചിയും സംഭവങ്ങളൊക്കെ ഒരാഴ്ചയായില്ലേ കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ എന്തോ പഴം വെച്ചിട്ടുണ്ട് ഒരു ഫ്രീസറിലേക്ക് ഷെയ്ക്ക് അടിക്കാൻ അങ്ങോട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയ പാറ്റി ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഒരെണ്ണം ബാക്കിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കുക എന്നുള്ള രീതിയിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടു. കാരണം നാളെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ ഒതുക്കി വെക്കാനുള്ള സ്ഥലം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ പാക്ക് ചെയ്ത് അത് വെച്ചു. പട്ടികൾക്കുള്ള കോഴിയുടെ കാലും കാര്യങ്ങളും വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ട്രേയിൽ, അപ്പോൾ ഈ 60 മുട്ടയായതുകൊണ്ട് വെക്കാനായിട്ട് ഭയങ്കര അസൗകര്യമാണ്. അപ്പോൾ 24 മുട്ട ഓൾറെഡി മറ്റേ ട്രേയിൽ കൊള്ളും, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേയിൽ കൊള്ളും. അപ്പോൾ അത് ആദ്യം കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് 3 ബോക്സിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടാണ് അവിടെ വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ട്രേയിൽ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇവർ ഈ പാല് കൊണ്ടുവന്നിടുമ്പോൾ സംഭവം പൊട്ടാനുള്ള ഒരു ചാൻസ് പല വട്ടമായി പൊട്ടണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ബോക്സിലാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. കാരണം ഫ്രിഡ്ജിന് എഗ്ഗിൻ്റെ ട്രേ ഇല്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് അത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ പാലിൻ്റെ ചെപ്പ് വന്ന് വീഴുമ്പോൾ, പാലിൻ്റെ കവർ വന്ന് വീഴുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടും. എടുക്കണോട് കൂടിയിട്ടൊക്കെ 1-2 പ്രാവശ്യമായി പൊട്ടണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയായിട്ട് മാറ്റാം. അങ്ങനെ ഈ വശം മുഴുവൻ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്താ പറയുക, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അടക്കളയും ഈ വർക്ക് ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ ഹാളും ഡൈനിങ് ഏരിയ ആണല്ലോ ഞാൻ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വിടുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ചാറുകൾ കുറച്ച് കേടായിട്ടുണ്ട്. കേടാവാന്ന് പറഞ്ഞാൽ ദിവസധികമായിട്ടില്ല, പക്ഷെ നമ്മളറിയാലോ ഇളക്കാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് മുകളിൽ ഒരു പാട കിട്ടും. അപ്പോൾ ഇത് ഒരു മീനച്ചാറും ഒരു ഡേറ്റ്സിൻ്റെ അച്ചാറും കൊണ്ടുവന്നതാണ്. കുട്ടികൾക്ക് അത് തീരെ തൃപ്തിയായില്ല. അതിൻ്റെ മുകളിൽ വെച്ചാൽ ഭയങ്കര പാട കെട്ടി വന്നു. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിന് തൃപ്തിയില്ലാണ്ട് ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് കഴിക്കണ്ട എന്ന് പറഞ്ഞു. ഇതും അതെ, ഈ പറഞ്ഞ പോലെ നെസ്റ്റോ ഒന്ന് കൊണ്ടുവന്നതാണ്. 2 ദിവസമായിട്ട് നമ്മൾ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഉപയോഗിക്കേണ്ട. ഇപ്പോൾ മുകളിൽ പൂപ്പായ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കഴിക്കണ്ട. ഒന്ന് നമ്മുടെ മറ്റേ ലെമൺ കാന്താരിയും മറ്റേത് കട്ട് മാംഗോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്ത് കാണിച്ചു, അതും ആ ബോട്ടിലത്തെ 2 ഇതും കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള അച്ചാർ മാത്രം അവിടെ വെച്ചു. ഇനി ഫ്രിഡ്ജിൽ ഒരു പാക്കറ്റും കൂടി ഇരിക്കുന്നുണ്ട്, പുതിയത് നെസ്റ്റോ ഒന്ന് കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കുപ്പിയിൽ എണ്ണമയം നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി ഡിഷ് വാഷൊക്കെ ഇട്ട് അവിടെ വെള്ളമൊഴിച്ച് അവിടെ വെച്ച് കൈയോടെ കഴുകി അവിടെ കമത്തി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജ് ഒതുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ വന്നിട്ടുള്ള പാത്രങ്ങളാണ്. അങ്ങനെ ഈ ഭാഗം മൊത്തം ഞാൻ അടിച്ചു വാരി ഒതുക്കി വൃത്തിയാക്കി ഇട്ടു. കിച്ചനും അതെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമയത്ത് ചാക്കോച്ചനെ ഡിവൈനും വന്നിട്ടുണ്ടായിരുന്നു. അവർ ജസ്റ്റ് മുകളിൽ കയറിപ്പോയി. ഡിംപിളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെയും കൊണ്ട് റൂമിലേക്ക് പൊക്കോ, കാരണം എനിക്ക് ഒതുക്കുമ്പോൾ എനിക്ക് വല്ലതും വന്നാൽ കുഴപ്പമില്ല. ഈ കുട്ടികളെയും കൊണ്ട് ഇന്നലെ ഞാൻ ഈ ഒതുക്കണ നേരത്ത്
മോൻ തോമ ഒന്ന് ഓടിപ്പോയി. അപ്പം ഞാനിങ്ങനെ എന്തോ പാച്ചു ആ സമയത്ത് ഞാൻ എന്തോ അലർജിയുടെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രൈക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. ഇന്ന് അതാണ് കുറേ പേര് എന്നോട് ചോദിച്ചു രാവിലെ കണ്ടിട്ട് പിന്നെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ കുട്ടികളുടെ ഓരോ കണ്ടൻറ്റ് വരുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ നമ്മൾക്കതറിയില്ല. പക്ഷേ യൂട്യൂബേഴ്സ് അവിടെ നിന്ന് യൂട്യൂബിൽ നിന്ന് നേരെ അവരത് സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. അപ്പം നമ്മളുടെ ഇത് റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടത്. അതാണ് 9 മണിക്ക് കണ്ടിട്ട് പിന്നെ കാണാണ്ട് വീണ്ടും 10 മണിയായപ്പോൾ നിങ്ങൾക്ക് കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കാണെന്ന് ഇങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ രണ്ടാമത് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് ഏത് പോർഷനാണെന്നുള്ളത് അവർ പറയും, നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം വീണ്ടും എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഡിമ്പിളിന് ഒരു നല്ല സാരി ഇട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാളെ ഒരു കല്യാണമുണ്ട്, നാളെയും കല്യാണമുണ്ട്, ബുധനാഴ്ച കല്യാണമുണ്ട്. പക്ഷേ എനിക്ക് ഒരു സുഖമില്ല. ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് നിൽക്കാനുള്ള ഒരു സുഖം എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് യാത്രയുണ്ട്, ഒന്ന് ഇരിഞ്ഞാലക്കുടയും ഒന്ന് മതിലകത്തുമാണ്. അപ്പോൾ അത്രയും വഴി എനിക്ക് പോകാനായിട്ട് എന്തോ ഒരു സുഖമില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ നമ്മുടെ ആരോഗ്യം കളഞ്ഞിട്ടുള്ള ഒരു യാത്ര ഒഴിവാക്കല്ലേ നല്ലത്. അപ്പം അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനങ്ങനെ കുറേ ആഘോഷങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് കൂടിയിട്ടില്ല. എന്നാൽ പോയിട്ടില്ലേന്ന് ചോദിച്ചാൽ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു പ്രാവശ്യം ഈ 2 പരിപാടി ഒന്ന് ഒഴിവാക്കാമെന്ന്. പക്ഷേ എനിക്ക് നമ്മളുടെ മേക്കപ്പ് മാൻ്റെ കല്യാണം ഉണ്ട് ഗുരുവായൂർ, അതിനൊന്ന് പോകണമെന്നുണ്ട്. നോക്കട്ടെ, പറ്റുമെന്ന് വെച്ചാൽ പോകണം, ആരോഗ്യം സമ്മതിക്കുന്ന വെച്ചാൽ പോകണം, അല്ലെങ്കിൽ ഞാൻ പോവില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ആ പുതിയൊരു സാരി കൊണ്ടുവന്നതാണ് ഡിമ്പിളിന് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങി പോയി ഞാൻ അകത്ത് കയറി വരുമ്പോഴേക്കും അവർ തിരിച്ചു വന്നു. അതായത് ജസ്റ്റ് 2 ക്ലിക്ക് തൊട്ടിറങ്ങിയവിടുത്ത് ഒരു പാടത്തിൻ്റെ വശത്തായിരുന്നു. അല്ലാണ്ട് വേറെ എവിടെയും പുറത്തൊന്നും ദൂരെയൊന്നും പോയില്ല. കാര്യം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ മിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല സാരി ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറയുകയും ചെയ്തു നാളെ ഞാൻ കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാരി ഉടുത്തേനെന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ബ്ലാക്ക് തന്നെയാണ്, നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്ലാക്ക് ആഷൊക്കെ അല്ലേ ഞാൻ ഉടുക്കാറ്. അപ്പോൾ അതുതന്നെയാണ്. ബ്ലൗസും ഈ പറഞ്ഞ പോലെ നല്ല ഒതുക്കത്തിൽ തയ്ച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടാലും വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഫോട്ടോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സ്വതവേ ഡിമ്പിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നാടൻ വേഷത്തിൽ കാണാനാണ് എനിക്കിഷ്ടം. പേഴ്സണലി എൻ്റെ ഇഷ്ടം കേട്ടോ പറയണത്. അങ്ങനെ അവർ തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ചായ വെച്ചത്. അപ്പോൾ ചായ വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കിയപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന കോളിഫ്ലവറിൻ്റെ വറക്കാൻ വെച്ച കഷ്ണം, പിന്നെ നമ്മുടെ ബജിമുളക്, ഇതൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതായത് ഈ ആഴ്ച അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ പോയിട്ട് വീണ്ടും ഈ വക സാധനങ്ങളാവും കൊണ്ടുവരും. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നില്ലേ ഡിമ്പിൾ, അവിടെ നിന്ന് അവർ കൊടുത്ത ഡ്രസ്സാട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് കയ്യോടെ എന്തായാലും മേക്കപ്പ് ചെയ്തതല്ലേ, എന്നാൽ പിന്നെ ഫോട്ടോസും കൂടി എടുക്കാതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഫോട്ടോസ് എടുത്ത് കൊടുത്തത്, വേറെ ആരുമല്ല. അപ്പോൾ അങ്ങനെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മെയിൻ ഫോട്ടോഗ്രാഫർ ഞാനാണ്. ഡിമ്പിളിൻ്റെ ഡിവൈനാണെങ്കിൽ ഇവർ ആർക്കും ഒഴിവില്ലെങ്കിൽ ഞാനാണ് ഇവർക്ക് എടുത്തു കൊടുക്കുക. അങ്ങനെ ചായ വെച്ച് നമ്മുടെ മറ്റേ സ്മിത കൊണ്ടുവന്നത് റസ്ക് പാൽ ബിസ്ക്കറ്റ് അത് കഴിച്ചു. അത് ഒരെണ്ണം കഴിച്ചാൽ ശരിക്കും നമുക്ക് എന്താ പറയുക, ഒരു ഗ്ലാസ് ചായയും അതും കൂടി കുടിച്ചാൽ അത്യാവശ്യമാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഒരെണ്ണം ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ സ്മിതേനെ ഞാൻ ഓർക്കുകയും ചെയ്യും കേട്ടോ എപ്പോഴും. അങ്ങനെ ഇത് ഞാൻ കോളിഫ്ലവറിലേക്ക്, അതായത് ഗോബി 65 അതാണ് സംഭവം. ഞാനത് റെസിപ്പി ഇടാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലുണ്ട്, എന്നാലും ഞാൻ റെസിപ്പി പറഞ്ഞു തരണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല. വേറെ ഒന്നുമില്ല, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ എന്നിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഉപ്പ് ഇട്ട് വേവിച്ചിട്ടാണ് ഈ സംഭവം നമ്മൾ ഊറ്റിയെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് വേവിച്ചാൽ നല്ലതാണ്. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ഏതോ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അരിപ്പൊടി, മറ്റേ കടലമാവ്, ഇത്തിരി മൈദ ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് അവസാനം ഇത് മിക്സ് ചെയ്തതിന് ശേഷം വേപ്പില കഷ്ണാക്കിയതാണത്. അതിലിട്ട് അത് കഴിഞ്ഞിട്ട് വറക്കണയിൽ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ മുളകും വേപ്പില ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. പക്ഷേ കുട്ടികളുള്ള കാരണം അവർക്ക് എപ്പോഴെങ്കിലും തിന്നുമ്പോൾ ഈ ചുവന്ന മുളകാകുമ്പോൾ ചുണ്ട് ഭയങ്കരമായിട്ട് എരിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം എടുക്കണതിൽ മാത്രം അത് ഇടാമെന്ന് വെച്ചിട്ട് ഇത് പുരട്ടി വെച്ചു. പിന്നെ വറക്കേണ്ടി വന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുരട്ടിയ മാവ് ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ മുളക് കൈയോടെ വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് സാധാരണ വിട്ട് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഡോൺ വന്നതിന് ശേഷം, ഡോണിനാണ് ഭയങ്കര ഇഷ്ടം, അത് ചെയ്യാമെന്ന് വിചാരിച്ച്
ഞാൻ മിളകെടുത്തിട്ട് അരിഞ്ഞ് വെക്കുമ്പോഴേക്കും കുട്ടികളൊക്കെ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ ശേഷം ഞാൻ മിളക് മറ്റേ ബജ്ജി ഉണ്ടാക്കി. അപ്പോൾ ഇതേ മാവിൻ്റെ കൂട്ടത്തിൽ കൂടെയാണ്, അതായത് ആ ഗ്രേവിയുടെ കൂടെയാണ് ഞാൻ ബാക്കി കാരണം ഏകദേശം സെയിമാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇനി കഴുകി കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം വേണ്ടല്ലോ വെച്ചിട്ട് അതിൽ തന്നെ. അപ്പോൾ ഡിവൈൻ ചായ കുടിച്ച കാരണം ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല എന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം ഉപ്പും മുളകുണ്ട്. ഞാൻ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് സോഫ്റ്റ്നെസ്സിൻ്റെ കുറവുണ്ട്. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ലോണം വന്ന് നല്ല ഇതിൽ വീർക്കും. പക്ഷേ അതുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അത് വേണ്ട, കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തില്ല കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് കഴിക്കണേക്കാൾ കുറച്ചും കൂടി എരിവ് വന്നു അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഓരോ കടി കടിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഓടി. പിന്നെ അവർക്ക് ഇത് വേണമെന്നില്ലല്ലോ, അവർക്ക് അവരുടേതായ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഇതുണ്ടാക്കി. അപ്പോൾ എല്ലാവരും കഴിച്ചു. അപ്പോൾ അതോട് കൂടിയിട്ട് ആ മുളക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി കോളിഫ്ലവർ ചെയ്താൽ വേണ്ട, എല്ലാം കുടിച്ച് വേണ്ട. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കിയറിയാം, ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരുന്നിട്ടേ ഇല്ല. കാരണം എനിക്കിങ്ങനെ ഇരുന്നിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടമുള്ള ജോലികൾ ചെയ്യാനാണ് നമുക്കിഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് ശനിയാഴ്ച സ്വതവേ ഞാൻ ഉച്ച വരെ ഇരിക്കുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്രീ ആവും. ഉച്ചയ്ക്ക് ശനിയും ഞായറും അങ്ങനെയാണ്. പിന്നെ തിങ്കളാഴ്ച ഒരു തിക്കും തിരക്കും ബഹളമാണ് ഉച്ചയ്ക്ക്. കാരണം എന്താ വെച്ചാൽ ഈ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ ഫുൾ പാക്ക് ചെയ്യുക തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഇരിക്കുള്ളൂ. ഞായറാഴ്ച വരെ ഭയങ്കര മടിയാണ്. ശനി ഞായറും എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ശനിയാഴ്ച ഉച്ച വരെ മിടിക്കുകയും ഉച്ച കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ ഇന്ന് ഡിവൈൻ്റെ വകയായിരുന്നു ചിക്കൻ ഇതും പിന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കി. ഞാൻ സത്യം പറഞ്ഞാൽ അത് എടുക്കാൻ മറന്നുപോയി. ഇനി ഡിവൈൻ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒക്കെ ഫ്രഷ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഡിവൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാണ്ട് റെഡിമെയ്ഡ് മിക്സ് അല്ല. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിൽ വളരെ കുറച്ച്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് ഭയങ്കര എപ്പോഴും തല ചുറ്റണം. അതെന്താണെന്നുള്ളത് മനസ്സിലായി. ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷേ എന്തോ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ മറ്റേ സ്ട്രിപ്സ് കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് വേണം അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞു, ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യും, കാരണം ഇനിയിപ്പോൾ ലോ ആവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുന്ദരി കായക്കൊല ഇങ്ങനെ നല്ല പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു നാളത്തെ കഴിഞ്ഞിട്ട് നമുക്ക് വൈനിടാം. അപ്പോഴേക്ക് നല്ലോണം പഴുത്ത് നല്ല എന്താ പറയുക, ഏറ്റവും കൂടുതൽ പഴുത്ത അത്രയും നല്ലതാണല്ലോ. അങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ അടുക്കള ഫുൾ ക്ലീൻ ആക്കി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ഒരു ദിവസം അടുക്കള ക്ലീൻ ആക്കലായിരുന്നു എൻ്റെ പണിയെന്ന് പറഞ്ഞില്ലേ. അടുക്കളയും പരിയപ്പുറവും കേട്ടോ. പരിയപ്പുറം എന്ന് പറഞ്ഞാൽ വർക്ക് ഏരിയ, അതായിരുന്നു എൻ്റെ പണി. അങ്ങനത്തെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും ഞാൻ ഒരു 1.5 മണിക്കൂർ ഞാൻ ആ വളകൾ എടുക്കാമായിരുന്നു. 2/6 വളകൾ ആയിരുന്നു. ഇഷ്ടം പോലെ പാറ്റേൺസ് ഉണ്ട് കേട്ടോ 2/6. ഞാൻ മാക്സിമം സ്റ്റാറ്റസ് ഇടാൻ നോക്കാം, വല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 2/6 ഇഷ്ടം പോലെ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോസ് വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഒരിക്കലും വിളിക്കരുത്, ഞാൻ ഫോൺ സൈലൻ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുകയാണ്. എല്ലാവരും പുറത്തൊക്കെ പോയി ഉഷാറാവുക. അപ്പോൾ നാളെ നമുക്ക് കാണാം. അതുവരേക്ക് ബൈ.